ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അനീഷ് ലേണിംഗ് BSc എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ കുറച്ച് ചോദ്യങ്ങളാണ്. പ്രീവിയസ് ഇയറിലെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നോക്കുന്നത്. 6ാമത്തെ ഡേ ആണ്. 5 ഡേയ്സ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാം, നിങ്ങൾക്ക് അതുവഴി കാണാവുന്നതാണ്. ഇന്ന് 6ാമത്തെ ഡേ ആണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യത്തെ ചോദ്യം: മുഴുവൻ പ്രപഞ്ചവും എൻ്റെ ജന്മനാടാണ്. ആരുടെ വാക്കുകളാണിവ? മുഴുവൻ പ്രപഞ്ചവും എൻ്റെ ജന്മനാടാണ് എന്ന് പറഞ്ഞത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി, കൽപ്പന ചൗള. കൽപ്പന ചൗളയുടെ വാക്കുകളാണ് മുഴുവൻ പ്രപഞ്ചവും എൻ്റെ ജന്മനാടാണ് എന്നുള്ളത്. അടുത്തത്: ഇന്ത്യയിലെ ഏക തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇന്ത്യയിലെ ഏക തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ആൻസർ ഓപ്ഷൻ എ, നിലമ്പൂർ. ഇന്ത്യയിലെ ഏക തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂരാണ്. അടുത്തത്: സുവർണ വിപ്ലവം എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? സുവർണ വിപ്ലവം എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ്. ആൻസർ ഓപ്ഷൻ ഡി, ജയപ്രകാശ് നാരായൺ. സുവർണ വിപ്ലവം എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണനാണ്. അടുത്തത്: ഇന്ത്യൻ ദേശീയ പതാകയിലെ നിറങ്ങളുടെ ക്രമം ഏത്? ഇന്ത്യൻ ദേശീയ പതാകയിലെ നിറങ്ങളുടെ ക്രമം. ആൻസർ ഓപ്ഷൻ എ, കുങ്കുമം, വെള്ള, പച്ച എന്നിവയാണ്. കുങ്കുമം, വെള്ള, പച്ച എന്നിവയാണ് ഇന്ത്യൻ ദേശീയ പതാകയിലെ നിറങ്ങളുടെ ക്രമം. അടുത്തത്: സ്റ്റാമ്പ് ശേഖരണത്തിൻ്റെ സാങ്കേതിക നാമം എന്ത്? സ്റ്റാമ്പ് ശേഖരണത്തിൻ്റെ സാങ്കേതിക നാമം. ആൻസർ ഓപ്ഷൻ സി, ഫിലാറ്റലി. സ്റ്റാമ്പ് ശേഖരണത്തെക്കുറിച്ചുള്ള സാങ്കേതിക നാമം എന്നറിയപ്പെടുന്നത് ഫിലാറ്റലി എന്നാണ്. നാണയങ്ങളെക്കുറിച്ചുള്ള പഠനശാഖ എന്നറിയപ്പെടുന്നത് ന്യൂമിസ്മാറ്റിക്സ് എന്നാണ്. നാണയങ്ങളെക്കുറിച്ചുള്ള പഠനശാഖ അറിയപ്പെടുന്നത് ന്യൂമിസ്മാറ്റിക്സ് എന്ന്. അടുത്തത്: വിമാനത്തിൽ ഉപയോഗിക്കുന്ന ബ്ലാക്ക് ബോക്സിന് നിറം എന്ത്? വിമാനത്തിൽ ഉപയോഗിക്കുന്ന ബ്ലാക്ക് ബോക്സിന് നിറം. ആൻസർ ഓപ്ഷൻ ബി, ഓറഞ്ച്. ഓറഞ്ച് നിറമാണ് വിമാനത്തിൽ ഉപയോഗിക്കുന്ന ബ്ലാക്ക് ബോക്സിന് നിറം വരുന്നത്. അടുത്തത്: കേരളത്തിൽ ഗവർണർ സ്ഥാനത്ത് ഇരുന്നിട്ടുള്ള ഏക മലയാളി ആര്? കേരളത്തിൽ ഗവർണർ സ്ഥാനത്ത് ഇരുന്നിട്ടുള്ള ഏക മലയാളി. ആൻസർ ഓപ്ഷൻ ഡി, വി വിശ്വനാഥൻ. വി വിശ്വനാഥനാണ് കേരളത്തിൽ ഗവർണർ സ്ഥാനത്ത് ഇരുന്നിട്ടുള്ള ഏക മലയാളി എന്ന് അറിയപ്പെടുന്നത്. അടുത്തത്: ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി ആര്? ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി. ആൻസർ ഓപ്ഷൻ സി, കഴ്സൺ പ്രഭു. കഴ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി എന്ന് അറിയപ്പെടുന്നത്. ഹാർഡിഞ്ച് പ്രഭുവാണ് ബംഗാൾ വിഭജനം നിർത്തലാക്കിയത്. അടുത്തത്: ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്നും വേർതിരിക്കുന്ന കടലിടുക്ക് ഏത്? ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്നും വേർതിരിക്കുന്ന കടലിടുക്ക്. ആൻസർ ഓപ്ഷൻ ഡി, പാക് കടലിടുക്ക്. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്ന കടലിടുക്കാണ് പാക് കടലിടുക്ക്. അടുത്തത്: ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഏത്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന സമുദ്രം. ആൻസർ ഓപ്ഷൻ സി, ബംഗാൾ ഉൾക്കടൽ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ് ബംഗാൾ ഉൾക്കടൽ. അടുത്തത്: ഗവർണറെ നിയമിക്കുന്നത് ആര്? ഗവർണറെ നിയമിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ, രാഷ്ട്രപതി. രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നതും അതുപോലെ തന്നെ പിരിച്ചുവിടുന്നതും. അടുത്തത്: കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ നിർമ്മിച്ച ആദ്യത്തെ കപ്പൽ ഏത്? കൊച്ചി നിർമ്മാണശാലയിൽ നിർമ്മിച്ച ആദ്യത്തെ കപ്പൽ. ആൻസർ ഓപ്ഷൻ സി, MV റാണി പത്മിനി. MV റാണി പത്മിനിയാണ് കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ നിർമ്മിച്ച ആദ്യത്തെ കപ്പൽ എന്ന് അറിയപ്പെടുന്നത്. അടുത്തത്: കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ഏത്? കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം. ആൻസർ ഓപ്ഷൻ ബി, തൃശ്ശൂർ. തൃശ്ശൂരാണ് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമെന്ന് അറിയപ്പെടുന്നത്. അടുത്തത്: വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏത്? വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം. ആൻസർ ഓപ്ഷൻ എ, 1924. വൈക്കം സത്യാഗ്രഹം നടന്നത് 1924 അടുത്തത്: എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല എന്നറിയപ്പെടുന്നത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി, വയനാട്. വയനാട് ജില്ലയിലാണ് എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്: കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആര്? കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി. ആൻസർ ഓപ്ഷൻ ഡി, EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാടാണ് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി എന്ന് അറിയപ്പെടുന്നത്. അടുത്തത്: ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏത്? ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം. ആൻസർ ഓപ്ഷൻ ബി, ഹോക്കി. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം എന്നറിയപ്പെടുന്നത് ഹോക്കിയാണ്. അടുത്തത്: ഇന്ത്യൻ പ്രഥമ വിദ്യാഭ്യാസ ഉപഗ്രഹം ഏത്? ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ ഉപഗ്രഹം. ആൻസർ ഓപ്ഷൻ എ, എഡ്യൂസാറ്റ്. എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടാണ്, അപ്പോൾ എഡ്യൂസാറ്റ് എന്ന് ഓർത്ത് വയ്ക്കാം. ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ ഉപഗ്രഹം എന്നറിയപ്പെടുന്നത് എഡ്യൂസാറ്റാണ്.
ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം, പ്രഥമ ചൊവ്വാ ദൗത്യം എന്നറിയപ്പെടുന്നത് മംഗൾയാനാണ്. അത് ഓർത്തു വയ്ക്കുക. ഇന്ത്യയുടെ പ്രഥമ ചൊവ്വാ ദൗത്യം എന്നറിയപ്പെടുന്നത് മംഗൾയാനാണ്. അടുത്തത്, ഭാരത സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന നിർമ്മൽ ഗ്രാമ പുരസ്കാരം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഭാരത സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന നിർമ്മൽ ഗ്രാമ പുരസ്കാരം എന്തുമായി ബന്ധപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ ബി, ശുചിത്വം. ശുചിത്വവുമായി ബന്ധപ്പെട്ടതാണ് ഭാരത സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന നിർമ്മൽ ഗ്രാമ പുരസ്കാരം. അടുത്തത്, കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രി ആര്? കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രി. ആൻസർ ഓപ്ഷൻ സി, കെ.എം. മാണി. കെ.എം. മാണിയാണ് കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രി എന്ന് അറിയപ്പെടുന്നത്. അടുത്തത്, പായ്വഞ്ചിയിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യക്കാരൻ ആര്? പായ്വഞ്ചിയിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യക്കാരൻ എന്നറിയപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ ബി, അഭിലാഷ് ടോമി. അഭിലാഷ് ടോമിയാണ് പായ്വഞ്ചിയിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യക്കാരൻ. അടുത്തത്, ഇന്ത്യയിലെ ഭൂരഹിതരില്ലാത്ത ആദ്യ ജില്ല ഏത്? ഇന്ത്യയിലെ ഭൂരഹിതരില്ലാത്ത ആദ്യ ജില്ല. ആൻസർ ഓപ്ഷൻ ഡി, കണ്ണൂർ. കണ്ണൂരാണ് ഇന്ത്യയിലെ ഭൂരഹിതരില്ലാത്ത ആദ്യ ജില്ല എന്ന് അറിയപ്പെടുന്നത്. അടുത്തത്, ഭാരതരത്ന ലഭിക്കുന്ന ആദ്യ കായിക താരം ആര്? ഭാരതരത്നം ലഭിക്കുന്ന ആദ്യ കായിക താരം എന്നറിയപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ ബി, സച്ചിൻ ടെണ്ടുൽക്കർ. സച്ചിൻ ടെണ്ടുൽക്കറാണ് ഭാരതരത്നം ലഭിച്ച ആദ്യ കായിക താരം. അടുത്തത്, ജനസമ്പർക്ക പരിപാടിക്ക് ഐക്യരാഷ്ട്രസഭയുടെ അവാർഡ് ലഭിച്ച മുഖ്യമന്ത്രി ആര്? ജനസമ്പർക്ക പരിപാടിക്ക് ഐക്യരാഷ്ട്രസഭയുടെ അവാർഡ് ലഭിച്ച മുഖ്യമന്ത്രി എന്നറിയപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ സി, ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടിക്കാണ് ജനസമ്പർക്ക പരിപാടിക്ക് ഐക്യരാഷ്ട്രസഭയുടെ അവാർഡ് ലഭിച്ചത്. അടുത്തത്, ആദായ നികുതി വകുപ്പ് നൽകുന്ന തിരിച്ചറിയൽ രേഖ ഏത്? ആദായ നികുതി വകുപ്പ് നൽകുന്ന തിരിച്ചറിയൽ രേഖ. ആൻസർ ഓപ്ഷൻ ബി, പാൻ കാർഡ്. പാൻ കാർഡാണ് ആദായ നികുതി വകുപ്പ് നൽകുന്ന തിരിച്ചറിയൽ രേഖ എന്ന് അറിയപ്പെടുന്നത്. അടുത്തത്, കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം ഏത്? കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം എന്നറിയപ്പെടുന്നത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി, കരിമീൻ. കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം എന്നറിയപ്പെടുന്നത് കരിമീനാണ്. അടുത്തത്, തേയിലയുടെ ജന്മദേശം ഏത്? തേയിലയുടെ ജന്മദേശം എന്നറിയപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ എ, ചൈന. ചൈനയാണ് തേയിലയുടെ ജന്മദേശം എന്ന് അറിയപ്പെടുന്നത്. അടുത്തത്, കേരളത്തിലെ ലോകസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്ര? കേരളത്തിലെ ലോകസഭാ മണ്ഡലങ്ങളുടെ എണ്ണം. ആൻസർ ഓപ്ഷൻ സി, 20. കേരളത്തിലെ ലോകസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എന്നറിയപ്പെടുന്നത് 20 എണ്ണമാണ്. അതുപോലെ തന്നെ കേരളത്തിലെ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം 9 എണ്ണമാണ്. അടുത്തത്, ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏത്? ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി. ആൻസർ ഓപ്ഷൻ ബി, ആനമുടി. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി എന്നറിയപ്പെടുന്നത് ആനമുടിയാണ്. അടുത്തത്, ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏത്? ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം. ആൻസർ ഓപ്ഷൻ ഡി, 1857. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടന്ന വർഷമാണ് 1857. അടുത്തത്, ബ്രഹ്മസമാജ സ്ഥാപകൻ ആര്? ബ്രഹ്മസമാജത്തിൻ്റെ സ്ഥാപകനാണ്. ആൻസർ ഓപ്ഷൻ ബി, രാജാറാം മോഹൻ റോയ്. ബ്രഹ്മസമാജത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. അടുത്തത്, ശ്രീ ശങ്കരാചാര്യയുടെ ജന്മസ്ഥലം ഏത്? ശ്രീ ശങ്കരാചാര്യയുടെ ജന്മസ്ഥലം എന്നറിയപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ സി, കാലടി. ശ്രീ ശങ്കരാചാര്യയുടെ ജന്മസ്ഥലമാണ് കാലടി. അടുത്തത്, കേരളത്തിൽ കളിമണ്ണിൻ്റെ നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള സ്ഥലം ഏത്? കേരളത്തിൽ കളിമണ്ണിൻ്റെ നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള സ്ഥലം. ആൻസർ ഓപ്ഷൻ എ, കുണ്ടറ. കേരളത്തിൽ ഏറ്റവും കളിമൺ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം എന്നറിയപ്പെടുന്നത് കുണ്ടറയാണ്. അടുത്തത്, അതിവർഷം ഉണ്ടാക്കുന്നത് എത്ര വർഷത്തിലൊരിക്കലാണ്? അതിവർഷം ഉണ്ടാകുന്നത് എത്ര വർഷത്തിലൊരിക്കലാണ്? ആൻസർ ഓപ്ഷൻ ബി, 4 വർഷം. അതിവർഷം ഉണ്ടാകുന്നത് 4 വർഷത്തിലൊരിക്കലാണ്. അടുത്തത്, ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് അടിത്തറയിട്ട യുദ്ധം ഏത്? ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് അടിത്തറയിട്ട യുദ്ധം. ആൻസർ ഓപ്ഷൻ സി, പ്ലാസി യുദ്ധം. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് അടിത്തറയിട്ട യുദ്ധം എന്നറിയപ്പെടുന്നത് പ്ലാസി യുദ്ധമാണ്. അടുത്തത്, മുങ്ങിക്കപ്പൽ അപകടത്തെ തുടർന്ന് രാജിവെച്ച ഇന്ത്യൻ നാവികസേന മേധാവി ആര്? മുങ്ങിക്കപ്പൽ അപകടത്തെ തുടർന്ന് രാജിവെച്ച ഇന്ത്യൻ നാവികസേന മേധാവി. ആൻസർ ഓപ്ഷൻ ഡി, ഡി.കെ. ജോഷി. മുങ്ങിക്കപ്പൽ അപകടത്തെ തുടർന്ന് രാജിവെച്ച ഇന്ത്യൻ നാവികസേന മേധാവിയാണ് ഡി.കെ. ജോഷി. അടുത്തത്, ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടത് എന്ന്? ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടത്. ആൻസർ ഓപ്ഷൻ സി, 1956. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ട വർഷമാണ്
1956. അടുത്തത് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെ? ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ആൻസർ ഓപ്ഷൻ സി, ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. അടുത്തത് ലോകസഭയിൽ അംഗമാകുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം ഏത്? ലോകസഭയിൽ അംഗമാകുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം. ആൻസർ ഓപ്ഷൻ ബി, 25 വയസ്സ്. ലോകസഭയിൽ അംഗമാകുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായമാണ് 25 വയസ്സ്. അടുത്തത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആര്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള സമയത്ത് ആൻസർ ഓപ്ഷൻ സി, രഘുറാം രാജനാണ്. ഇപ്പോൾ നിലവിലെ ഗവർണർ എന്നറിയപ്പെടുന്നത് ശക്തികാന്ത ദാസാണ്. നിലവിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ എന്നറിയപ്പെടുന്നത് ശക്തികാന്ത ദാസാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് പ്രീവിയസ് ഇയറിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ 40 ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൻ്റെ ബാക്കി പാർട്ടുകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ബെല്ലൈക്കുള്ള ആളെന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇതിൻ്റെ ബാക്കി പാർട്ടുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.